ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ഷാനവാസും മനീഷും കൂടെ ആ യെല്ലോ സോഫയിൽ ഇരുന്നിട്ട് കുറെ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആ ഒരു ടാസ്ക് ഒക്കെ അനീഷ് രണ്ടാമത് വന്നതിന്റെ ഒക്കെ ആ ഒരു ക്ഷീണത്തിൽ അനീഷ് ഇരിക്കുകയായിരുന്നു. അപ്പൊ പോയി ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഷാനവാസ്. അത് കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ചായ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. ഷാനവാസ് അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അനീഷ് പറയുന്ന ഒരു കാര്യം, സൗഹൃദത്തില് നീ മാസ്ക് ഇട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഷാനവാസെ. ആ ഒരു വിഷയം അത് അനീഷിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, സോൾവ് ആക്കിയ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇപ്പൊ ഷാനവാസ് ഇങ്ങനെ ആക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. നിന്നെ എനിക്ക് പേടിയായിരുന്നു അനീഷ്, നിന്നെ പേടിയാ എനിക്ക് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്, മെജോറിറ്റി ലൂസ് ടോക്സ് ആണ് ഇവർ പറയുന്നത് കേട്ടോ. പകുതി കാര്യങ്ങളും ലൂസ് ടോക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ അത് ഇതെന്ന് പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങളും മറന്നു കളയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം അനീഷ് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ നീ കാണിച്ച ഷോ എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, അതെനിക്ക് ടാസ്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വാരി ഇരിക്കുകയാണ് അവിടെ ആ ഒരു സോഫയില്. ഇതിൽ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ ഷാനവാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഒന്ന് നടക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല. അവർക്ക് അങ്ങനെ പിണങ്ങി ഒന്നും ഇരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് നേരം ഒരു പിണങ്ങി ഇരിക്കുകയായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് അനീഷിന്റെ പുറകെ പോയി ആ ഒരു പാവയെ തരാനായിട്ട് പറഞ്ഞത്. ഞാൻ നോക്കിയോളാം, നീ പോയി ഗെയിം കളിക്ക് എന്ന് പറഞ്ഞത്. അതിലൊന്നും ഷാനവാസ് ഒരു രീതിയിലുള്ള വിശ്വാസവഞ്ചനയും കാണിച്ചില്ല. ഷാനവാസ് വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു സൂക്ഷിക്കുന്ന ഡ്യൂട്ടി നിർവഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അനീഷിനൊരു റിവാർഡ് കൊടുക്കാമായിരുന്നു. അത് അനീഷ് ചെയ്തില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസ് ചോദിച്ചില്ല. ഷാനവാസിന്റെ ഈഗോ കാരണം ഷാനവാസ് ചോദിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല ഉത്തരം. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് കുറെയൊക്കെ ഷാനവാസ് ഗെയിം കളിച്ചതായിട്ട് തോന്നിയ ആ ഒരു സമയത്ത് തന്നെ അനീഷ് റിയാക്ട് ചെയ്തു. അത് മിനിഞ്ഞാന്ന് ആ ഒരു റിയാക്ട് ചെയ്തു അനീഷ്. അത്രയും നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാറുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ലാതെ ഒരാൾ മാത്രമല്ല ഗെയിം കളിക്കുന്നത്. എനിക്ക് ഒരു 2-3 ദിവസം മുമ്പ് വരെ തോന്നിയിരുന്നു അനീഷ് ഇതിനകത്ത് ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്ന്. പക്ഷെ മിനിഞ്ഞാന്നാണ് അനീഷ് ഇതിനകത്ത് കളിക്കാനായിട്ട് തുടങ്ങിയത്, നല്ല ഒന്നാന്തരമായിട്ട്. ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷാനവാസിനെ പൊളിച്ചടുക്കി വിട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇന്നാണ് ഇവര് ഒന്ന് സംസാരിച്ചൊന്ന് പാച്ചപ്പായി തുടങ്ങിയത്. ഇനി വീണ്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ നിലനിൽക്കാനായിട്ട് പറ്റില്ല. ഒരു എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇല്ലെങ്കിൽ അവിടെ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാവും നമ്മള്. ഇപ്പം അക്ബറിനാണെങ്കിലും ഇന്ന് അത്രയും വലിയൊരു മെന്റൽ ട്രോമ കിട്ടിയിട്ട് അക്ബറിനെ ഷെയർ ചെയ്യാൻ ആര്യൻ ഉള്ളത് കൊണ്ടായിരുന്നു. ഇല്ലാതെ അക്ബർ ഇന്ന് ഉറപ്പായിട്ടും കൺഫെഷൻ റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞ് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നേനെ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവർക്കും ഒരാളുണ്ട് നിലവിൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരാളുണ്ട്, ഒരു മോറൽ സപ്പോർട്ടായിട്ട് ഒരാളുണ്ട്. ഈ 10 പേർക്കും ഓരോരുത്തരായിട്ടുണ്ട് അവിടെ സപ്പോർട്ടിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.